ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ള ജിജ്ഞാസ എല്ലാ കാലവും മനുഷ്യനുണ്ട്. അകലെ കാണുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുമ്പോഴും ഗവേഷണങ്ങൾ നടത്തുമ്പോഴും അതിനെല്ലാം അടിസ്ഥാനം മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നറിയാനുള്ള ഈ കൗതുകം തന്നെയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പേരാണ് ഏലിയൻസ്. ഇത് ചില ബാക്ടീരിയകൾ മുതൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് വരെയുള്ളവയായിരിക്കാം. കഴിഞ്ഞ ദിവസം ചില ഗവേഷകർ പെറുവിലെ മമ്മികളുടെ പല്ല് നോക്കി ഏലിയൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? പല കണ്ടുപിടുത്തങ്ങൾക്കും പല്ലുകൾ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാം, പെറു എന്ന രാജ്യത്ത് സംരക്ഷിക്കുന്ന മൃതദേഹങ്ങളെയാണ് പെറുവിയൻ മമ്മീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മമ്മികളിൽ ധാരാളം ഗവേഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഗവേഷണം നടത്തിയ ഒരു ടീമാണ് ഏലിയൻസ് എന്ന് സംശയിക്കപ്പെടുന്ന ആന്റോണിയോ എന്നു പേരുള്ള ഒരു മമ്മിയുടെ വായിൽ ക്യാമറ പ്ലേസ് ചെയ്തത്. അങ്ങനെ ക്യാപ്ചർ ചെയ്ത ഫ്യൂട്ടേജിലാണ് പല പല്ലുകളിലും ഫില്ലിങ്ങുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞത്. ആ ഫില്ലിങ്ങുകൾ മെർക്കുറി, സിൽവർ, കോപ്പർ, ടിൻ പോലെയുള്ള മെറ്റലുകളുടെ മിക്സ്ചറാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് നമ്മൾ മനുഷ്യരുടെ പല്ലുകൾ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന അമാൽഗം ഫില്ലിങ്ങുകളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈയൊരു കാര്യം പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. ഈയൊരു വിലയിരുത്തൽ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ഏലിയൻസ് ഇതുപോലെയുള്ള ഫില്ലിങ്ങുകൾ ഉപയോഗിച്ച് പല്ല് അടച്ചിരുന്നു എന്നാണ്. എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വിശ്വസിക്കാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്നുകിൽ ഇപ്പോൾ പരീക്ഷണം നടത്തുന്ന ആന്റോണിയോ എന്ന മമ്മി ഏലിയന്റേതല്ലാതെ ഒരു മനുഷ്യന്റെ തന്നെയായിരിക്കും. പുരാതന ഈജിപ്ഷ്യൻ, റോമൻ, ഇൻക എന്നൊക്കെയുള്ള സാംസ്കാരിക സമൂഹങ്ങൾ ഉയർന്ന തലത്തിലുള്ള വൈദ്യശാസ്ത്ര പരിചരണം നേടിയിരുന്നു. അവർ ഇതുപോലെയുള്ള പല മെറ്റലുകൾ ഉപയോഗിച്ച് പല്ല് ഡാമേജ് ആകുന്നത് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു സാധ്യത ചിലപ്പോൾ മമ്മികൾക്ക് മേൽ നടന്ന ആധുനിക ഇടപെടലുകളാണ്. ഈ മമ്മികൾ പുരാതന കാലം മുതൽ ഇപ്പോൾ സൂക്ഷിക്കുന്നത് പോലെ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നവയല്ല. അപ്പോൾ പല്ലുകൾക്ക് പൊട്ടലോ ഡാമേജോ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ പുരാവസ്തു പഠനം നടത്തിയ ഗവേഷകർ മമ്മികൾക്ക് ഇത്തരത്തിലുള്ള അമാൽഗം ഫില്ലിങ്ങുകൾ നൽകിയിരിക്കാം. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ളതും പഴയ കാലം മുതൽ ഉപയോഗിച്ചു വന്നതും ഈ അമാൽഗം ഫില്ലിങ്ങുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മമ്മികൾ ഏലിയന്റേതാണെന്നും അവർ പല്ലുകൾ ഫില്ല് ചെയ്തിരുന്നു എന്നുള്ള പൂർണ്ണമായ നിഗമനത്തിലെത്താൻ കഴിയുകയില്ല. മാത്രമല്ല, ഗവേഷകർ പറയുന്നത് ഈ മമ്മിക്ക് 28 മുതൽ 32 പല്ലുകൾ വരെ ഉണ്ടെന്നും അതിൽ പലതും പൊട്ടിയതുമാണ് എന്നാണ്. പിന്നെ പല്ലുകൾ 3D കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ പല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്നും നമ്മുടെ പൂർവികന്മാരുടേതിന് സമാനമായ സ്ട്രക്ചേഴ്സും ആണ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ പല കണ്ടുപിടുത്തങ്ങൾക്കും ഈ പല്ല് സാമ്പിളുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണ് എന്ന്. പല വയസ്സിലുള്ളവരുടെ പല്ലുകളുടെ ഘടനയും ആരോഗ്യവും എന്താണെന്ന് പഠിക്കാൻ പോലെയുള്ള റിസർച്ചിന് സഹായിക്കും. കൂടാതെ ആദിമ മനുഷ്യരുടെ ഭക്ഷണശീലം, ആചാരങ്ങൾ, ജീവിതശൈലിയൊക്കെ മനസ്സിലാക്കാൻ പല്ലുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ പല്ലുകളുടെ മിനറൽ കോമ്പോസിഷനിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും സഹായകമാകും. മാത്രമല്ല, മരണശേഷം ശരീരം പൂർണ്ണമായി നശിച്ചാലും പല്ലുകൾ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഫോറൻസിക് വിദഗ്ധർക്ക് ഈ പല്ലുകൾ ഉപയോഗിച്ച് മരിച്ച ആളെ തിരിച്ചറിയാൻ സാധിക്കും. ചിലപ്പോൾ പല്ലിന്റെ ഉള്ളിലുള്ള പൾപ്പിൽ നിന്ന് DNA എടുത്ത് വ്യക്തിയുടെ പല വിവരങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഈ ഏലിയൻസിന്റെ പല്ലുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിലൂടെ അറിയിക്കാം.